ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയും വിശ്വസ്തതയും ചോദ്യം ചെയ്തുകൊണ്ട് വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തീവ്രമായ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വോട്ടർമാരെ അവരുടെ പൗരത്വം തെളിയിക്കാൻ നിർബന്ധിക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന ഈ പ്രക്രിയ രാജ്യവ്യാപകമായി നടപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശം രാജ്യത്തെ രാഷ്ട്രീയ രംഗത്ത് വലിയ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് ഈ നിർണായക തീരുമാനം 10 ദിവസത്തിനകം നടപ്പാക്കാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ നിർദ്ദേശം ഉടൻ തന്നെ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിവെക്കുമെന്നത് ഉറപ്പാണ്. വരാനിരിക്കുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രാജ്യവ്യാപകമായി ഈ പരിശോധന നടപ്പാക്കാനാണ് കമ്മീഷൻ തയ്യാറെടുക്കുന്നത്. ഈ നീക്കം പ്രത്യേകിച്ച് അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം, ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനത്തെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു വലിയ വിഭാഗം ജനങ്ങളെ, പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിൽ നിന്നുള്ളവരെ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. പൗരത്വം തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ പല സാധാരണക്കാരും ലഭ്യമാക്കിയിട്ടില്ല. ഇത് ഒരു വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. കൂടാതെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിമാറ്റുന്നത് ഒരു സംഘടിത ശ്രമമായി പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ടെന്ന മുൻ ആരോപണങ്ങൾ ഈ പുതിയ നീക്കത്തോടെ വീണ്ടും സജീവമായിരിക്കുകയാണ്.